അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ അരിസ് പാലക്കാട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഒരു പ്രവർത്തനവുമായിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് സഹായം ചോദിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ മാസത്തിൽ 2 ആൾ 3 ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളൊരു ചേച്ചീനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചീൻ്റെ ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചേച്ചി ഗ്രൂപ്പിൽ വന്നിട്ട് 6-7 മാസമായി. അപ്പോൾ ചേച്ചിക്ക് അപ്പോൾ ഓപ്പറേഷൻ നിർബന്ധമില്ലായിരുന്നു. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ തുടർന്ന് 500 വെച്ച് സഹായിച്ചുകൊണ്ട് ചേച്ചി ഇന്നലെ സെലക്ട് ചെയ്ത് ചേച്ചിക്ക് ഇപ്പോൾ എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. 1,35,000 രൂപയാണ് ഓപ്പറേഷന് വേണ്ടത്. അപ്പം ഞാൻ അവർക്ക് അത്രയും അർജൻറ്റ് ആയതുകൊണ്ട് ഞാൻ വിളിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. എല്ലാവരും ഇപ്പോൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അവരെ കൊണ്ട് കഴിയുന്ന 500, 1000, 2000, 100, 200 എല്ലാം അവരുടെ കഴിവിനനുസരിച്ച് ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല ആളുകളും നമ്മുടെ ഗ്രൂപ്പിനകത്ത് വന്നിട്ട് സഹായം ചോദിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് മനസ്സിലാക്കണം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കഴിയുന്നത്ര ഒരാളെ 2 ആളെയൊക്കെ നമ്മൾ 3 ആളെയൊക്കെ കൊണ്ടുപോയിട്ട് സഹായിക്കുന്ന ആൾക്കാർക്കും കഴിവ് വേണ്ടേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് പ്രവർത്തനം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊന്ന് സഹായം ചോദിച്ചുകൊണ്ട് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടൊരു കാര്യമല്ല. നമ്മുടെ വാട്സാപ്പ് കൂട്ടായ്മ ചെറിയൊരു കൂട്ടായ്മയാണ്. നമ്മളെ കൂടെ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് സഹകരിക്കുക. നിങ്ങൾ ഈ വരുന്ന ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് തുടർന്ന് സഹായിക്കുകയാണെങ്കിൽ വീടില്ലാത്ത ഒരാൾക്ക് 100% വീടാവും. ഒരു 5000-10,000 ആൾക്കാരെങ്കിലും വന്നിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് ഒരു 200 രൂപ 300 രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് ഓരോ ആൾക്കാർക്ക് വീടാവും. എല്ലാവരും ചോദിച്ചിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ പോവുകയാണ്. അങ്ങനെ ആകരുത് പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ പ്രശ്നം തീർന്നിരിക്കും വേറൊരാളെ ഇതിൻ്റെ അകത്ത് സഹായിച്ച അയാളുടെ പ്രശ്നം തീർക്കുന്നുണ്ടോ, നമ്മൾ അതിനൊപ്പം ജോയിൻ്റ് ആകുക. നമ്മൾ എത്രയോ പൈസ വെറുതെ ചിലവായി കളയുന്നത്. നമ്മുടെ ഒരു ചെറിയൊരു തുക കൊണ്ട് ആ ഒരു മനുഷ്യൻ്റെ പ്രയാസം തീരുകയാണെങ്കിൽ തീരട്ടെ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. ഇതിനകത്ത് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ നിന്ന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കൊരു 2000-3000 ആൾക്കാരെ സഹായിക്കാൻ എത്തിയിട്ടില്ല. ഇപ്പോഴും നമുക്ക് വെറും 700-800 ആൾക്കാരൊക്കെ ഉള്ളൂ. അതും ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരു 4-5 ലക്ഷം രൂപേൻ്റെ അടുത്തൊക്കെ കിട്ടുന്ന രീതിയിലായിട്ടുള്ളൂ. അങ്ങനെ ആകരുത്. തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് 20 ലക്ഷം രൂപ കിട്ടുന്ന രീതിയിലായിക്കഴിഞ്ഞാൽ നമ്മൾ മാസം കേരളത്തിനകത്തൊരു വീട് വെച്ച് കൊടുക്കും. നിങ്ങൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മൾ വീട് നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വീടില്ലെങ്കിൽ 100% നമ്മൾ വീട് വെച്ച് കൊടുത്തിട്ട് വരും. എന്നിട്ടേ നമ്മൾ പുറത്ത് നോക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഒരു വീട് വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാ മാസവും ആ ഒരു എമൗണ്ട് കിട്ടി ഓരോ വീട് വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൽ ഒരു മാറ്റമില്ല. ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ 4 ലക്ഷം രൂപ വരെ കിട്ടാനുള്ള ഒരു കപ്പാസിറ്റി എത്തി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ 20 ലക്ഷത്തിലേക്ക് എത്തും. എല്ലാവരും സഹകരിക്കുക. വരുന്നവർ വന്നിട്ട് കിട്ടിയതുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നിലവിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുക. ഓരോ ആൾക്കാരായിട്ട് പോയി സഹായം നേടുക. ആർക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമുള്ളത്. അത് നിങ്ങൾ 1 കോടി രൂപ നേടിയിട്ട് പോലും കുഴപ്പമില്ല. പക്ഷെ അർഹതയോടെ നേടുക. അർഹതയില്ലാതെ 1 രൂപ പോലും നേടരുത്. ഇതാണ് എനിക്ക് ആകെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ സഹായിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും.